മലയാള സിനിമയെ തന്റെ അതുല്യമായ അഭിനയത്തിലൂടെയും ആകർഷകമായ കഥകളിലൂടെയും അവതരിപ്പിച്ച മലയാളത്തിലെ മുതിർന്ന നടനും സംവിധായകനും തിരക്കഥാകൃത്തുമായ ശ്രീനിവാസൻ ശനിയാഴ്ച അന്തരിച്ചു. തന്റെ ആശയങ്ങളും അഭിപ്രായങ്ങളും നർമ്മത്തിലൂടെ അവതരിപ്പിക്കുന്ന അദ്ദേഹത്തിന്റെ തിരക്കഥകൾ എക്കാലവും സാമൂഹ്യ പ്രാധാന്യത്തോടെ നിലനിൽക്കുന്നു. 1956 കണ്ണൂരിൽ ജനിച്ച അദ്ദേഹം ബിരുദ പഠനശേഷം ചെന്നൈയിലെ ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഔപചാരിക ചലച്ചിത്ര പരിശീലനം നേടി. 1977 P.A. ബക്കറിന്റെ മണിമുഴക്കം എന്ന ചിത്രത്തിലൂടെയാണ് അഭിനയ രംഗത്തെത്തിയത്. ഏകദേശം 225ലധികം ചിത്രങ്ങളിൽ അഭിനയിച്ചു. ഓടരുതമ്മാവ ആളറിയാം, സന്മനസ്സുള്ളവർക്ക് സമാധാനം, ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ്, തലയണ മന്ത്രം, നാടോടിക്കാറ്റ് തുടങ്ങിയ ഒട്ടനവധി ചിത്രങ്ങളുടെ തിരക്കഥ എഴുതി. സന്ദേശം, മഴയത്തു മുൻപേ എന്നീ ചിത്രങ്ങൾക്ക് മികച്ച തിരക്കഥയ്ക്കുള്ള 2 കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ നേടി. ദേശീയ ചലച്ചിത്ര അവാർഡ്, 2 ഫിലിംഫെയർ സൗത്ത് അവാർഡുകൾ, 6 കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ എന്നിവയുൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചു. സാമൂഹിക വ്യാഖ്യാനവുമായി ഹാസ്യം കലർത്തുന്ന അദ്ദേഹത്തിന്റെ ശൈലി ഒരു തലമുറയിലെ സിനിമകളെ നിർവചിക്കാനും കേരളത്തിലുടനീളമുള്ള പ്രേക്ഷകരെ പ്രചോദിപ്പിക്കാനും സഹായിച്ചു. നടൻ, സംവിധായകൻ, എഴുത്തുകാരൻ എന്നീ നിലകളിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ ചലച്ചിത്ര പ്രവർത്തകർക്കും അതുപോലെ പ്രേക്ഷകർക്കും ഒരുപോലെ പ്രചോദനം നൽകുന്നു. ഇത്തരത്തിലുള്ള മറ്റു വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ ഫോളോ ചെയ്യൂ.